നമസ്കാരം. നമ്മുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ ഇന്ന് നാം സ്വാതന്ത്ര്യത്തിൻ്റെ രുചി ആവോളം അനുഭവിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കട്ടെ. ആരും സ്വർണ്ണത്തലയിൽ വെച്ച് നീട്ടിയ സ്വാതന്ത്ര്യമല്ല ഇത്. പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ആക്കം കൂട്ടിയ 10 ചരിത്ര സംഭവങ്ങളുടെ ഇനിയുള്ള കുറച്ച് മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. 1857 ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇടം നേടിയ വർഷമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കൂട്ടായ ശബ്ദമുയർന്ന കാലം. ശിപ്പായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാർ ചുരുക്കിയപ്പോൾ നമുക്കത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. ബ്രിട്ടീഷ് സേനയിലെ ശിപ്പായിയായിരുന്ന മംഗൾ പാണ്ഡെ കൊളുത്തിവിട്ട തീ ആളിക്കത്തി. ഭാരതമൊന്നാകെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ആഹ്വാനമായി അത് മാറി. ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസത്തെ തകർക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ രീതി. അതിനായി നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അവർ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരുന്നു. മതപരിവർത്തനം പ്രധാന ലക്ഷ്യമായും അവർ കണ്ടു. സൈനികർ കടിച്ചു കീറേണ്ട വെടിമരുന്ന് പൊതിയിലെ ഗ്രീസിൽ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യടങ്ങിയിരിക്കുന്നുവെന്ന പ്രചാരണം അപ്പോഴാണ് ശക്തമായത്. അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ അസ്വസ്ഥരാക്കി. ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഒരുങ്ങുകയായിരുന്നു നമ്മൾ. അതിന് നാന്ദി കുറിച്ചത് മംഗൾ പാണ്ഡെയും. ഡൽഹി, കാൺപൂർ, ലക്നൗ മേഖലകളിൽ കലാപം ശക്തമായി. ബ്രിട്ടീഷുകാർക്കെതിരെ കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ ആയുധബലത്തിൽ മുന്നിലുണ്ടായിരുന്നവർ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങളെ അമർച്ച ചെയ്തു. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ആദ്യ രക്തസാക്ഷി. 1885 സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സംഘടനയുടെ രൂപീകരണം നടന്ന വർഷം. ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാർക്കും പങ്കാളിത്തം ഉറപ്പാക്കുക, നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന നിലപാടിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാരനായ A.O. ഹ്യൂ. ഡിസംബർ 28 മുതൽ 31 വരെ ബോംബെയിലായിരുന്നു ആദ്യ സമ്മേളനം. 72 പേർ പങ്കെടുത്തു. ഉമേഷ് ചന്ദ്ര ബാനർജി ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റുമായി. എന്നാൽ ആദ്യകാലങ്ങളിൽ കുറച്ചുപേരിൽ ഒതുങ്ങി നിന്ന സംഘടന മാത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1903 ബംഗാളിനെ വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിനെതിരായ നിലപാടിലൂടെ ഒരു ജനകീയ പ്രസ്ഥാനമായി അത് രൂപാന്തരപ്പെടുകയായിരുന്നു. 1905 കൊൽക്കത്തയിൽ കോൺഗ്രസ് തുടക്കം കുറിച്ച സ്വദേശി പ്രസ്ഥാനം രാജ്യത്തിന്റെ ആകെ സ്വാതന്ത്ര്യമോഹത്തിന് ആവേശം പകർന്നു. ഒടുവിൽ 1911 ബംഗാളിനെ ഏകീകരിച്ചതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നീണ്ടകാലത്തെ സമരം വിജയത്തിലേക്കെത്തി. അത് അടുത്ത ഘട്ടത്തിലേക്കുള്ള തുടക്കമായിരുന്നു. കോൺഗ്രസിനെ കാത്തിരുന്നത് വലിയ പരിവർത്തനത്തിന്റെ നാളുകൾ. അതെ, ആ മാറ്റത്തിന്റെ പതാകവാഹകൻ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു 1915. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു. വളരെ വേഗത്തിലാണ് മഹാത്മാ ഇന്ത്യക്കാരുടെ മുഴുവൻ വികാരമായി മാറിയത്. സത്യഗ്രഹ എന്ന സമരരീതിയിലൂടെ ഗാന്ധിജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരത്തിന്റെ മുന്നണി പോരാളിയായി. സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ജയപ്രകാശ് നാരായൺ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പിന്തുണ ഗാന്ധിജിക്ക് ലഭിച്ചു. 1924 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായി. ഒട്ടേറെ സമരങ്ങളിലൂടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ഊറ്റം കൊണ്ട ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു മഹാത്മാ.
ഭാരതീയരുടെ ചിന്താഗതിയെ തന്നെ സ്വാധീനിച്ച ചരിത്ര പുരുഷൻ. നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നീണ്ട പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു അദ്ദേഹം. ഇന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ചിന്തകൾക്ക്, സ്വപ്നങ്ങൾക്ക്, അങ്ങനെ എല്ലാറ്റിനും മഹാത്മാഗാന്ധി പകർന്നു നൽകിയ ആശയങ്ങളാണ് അടിത്തറയാകുന്നത്. 1916 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിന് സാക്ഷിയായ വർഷം. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ നാടിൻ്റെ ഒരുമയ്ക്ക് കരുത്തു പകർന്ന് രണ്ട് സംഘടനകൾ ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്തു. ലക്നൗ ഉടമ്പടിയിലൂടെ സഹകരണത്തിന് ഒരു പുതിയ മാനം നൽകുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ബാലഗംഗാധര തിലകും മുസ്ലിം ലീഗിൽ നിന്ന് മുഹമ്മദ് അലി ജിന്നയുമാണ് ഈ സഹകരണ ഉടമ്പടിയിലെത്താൻ ചരടുവലിച്ചത്. ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൂട്ടായ സമ്മർദ്ദം വേണമെന്ന തിരിച്ചറിവ് ഈ ഉടമ്പടിയിലേക്ക് നയിച്ചു. രണ്ട് സംഘടനകൾ തമ്മിലുള്ള സഹകരണം എന്നതിലുപരി ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉത്തമ ഉദാഹരണം കൂടിയായി മാറുകയായിരുന്നു ലക്നൗ ഉടമ്പടി. ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ അംബാസഡർ എന്ന് ബാലഗംഗാധര തിലക് വിശേഷിപ്പിച്ച ജിന്ന വർഷങ്ങൾക്ക് ശേഷം പ്രത്യേക മുസ്ലിം രാജ്യത്തിനായി മുന്നിൽ നിന്നു എന്നതും ചരിത്രമാണ്. ചെറിയ പ്രശ്നങ്ങളിലുള്ള തർക്കമല്ല, രാജ്യത്തിൻ്റെ ഉന്നതിക്കും ക്ഷേമത്തിനും എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടതെന്ന് ഇന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലക്നൗ ഉടമ്പടി. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ പൊള്ളുന്ന നീറുന്ന ഓർമ്മ. 1919 ഒരു ഇന്ത്യക്കാരനും മറക്കില്ല. അടച്ചിട്ട മൈതാനത്ത് ബ്രിട്ടീഷ് വെടിയുണ്ടകളേറ്റ് മനുഷ്യർ പിടഞ്ഞു വീണ ദിനമാണ് 1919 ഏപ്രിൽ 13. ഇന്നും ആ ചുവരുകളിൽ മായാതെ നിൽക്കുന്നുണ്ട് ചോര ചിന്തിയ ഓർമ്മകൾ. ഒന്നാം ലോകയുദ്ധത്തിന്റെ ആഘാതം ഏറെ ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യമാണ് നമ്മുടേത്. ബ്രിട്ടീഷുകാർക്കായി എത്രയോ ഇന്ത്യക്കാർ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. യുദ്ധത്തിന് ശേഷം കാത്തിരുന്നതാകട്ടെ കൊടിയ ദാരിദ്ര്യം. അതിനുമേൽ കടുത്ത നികുതികൾ കൂടി അടിച്ചേൽപ്പിക്കപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ വികാരമാളിക്കത്തി. പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യാൻ റൗലറ്റ് ആക്ടും നടപ്പിലാക്കി. ആരെയും അറസ്റ്റ് ചെയ്യാനും തുറങ്കിലടയ്ക്കാനും പോലീസിന് അധികാരം നൽകുന്നതായിരുന്നു നിയമം. പഞ്ചാബിൽ പ്രതിഷേധം അക്രമാസക്തമായി. വ്യാപകമായ സംഘർഷങ്ങൾ. ഇതിനെ നേരിടാൻ അവിടെ പട്ടാള നിയമം കൊണ്ടുവന്നു. പൊതുസമ്മേളനങ്ങൾ നിരോധിക്കപ്പെട്ടു. ഏപ്രിൽ 13 ജാലിയൻവാലാ ബാഗിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജനറൽ ഡയറും സായുധ സംഘവും ജാലിയൻവാലാ ബാഗിലെത്തി. മൈതാനത്തേക്കുള്ള വഴികൾ അടച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർ മുന്നറിയിപ്പില്ലാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. ആളുകൾ ചിതറിയോടി. വെടിയേറ്റു പിടഞ്ഞു വീണു മനുഷ്യർ. ചിലർ രക്ഷ തേടി കിണറ്റിലേക്ക് ചാടി. 1650 തവണയാണ് ബ്രിട്ടീഷ് പട്ടാളം ജാലിയൻവാലാ ബാഗിൽ വെടിയുതിർത്തത്. ബ്രിട്ടീഷ് കണക്കിൽ 379 മരണമെങ്കിൽ യഥാർത്ഥത്തിൽ പൊലിഞ്ഞത് 1800-ലേറെ പേരുടെ ജീവനാണ്. ഇന്നും ഹൃദയത്തെ ഉലയ്ക്കുന്നതാണ് ജാലിയൻവാലാ ബാഗിലെ കാഴ്ച. 1920 ജാലിയൻവാലാ ബാഗിൻ്റെ നീർന്ന ഓർമ്മകളിൽ നിന്ന് മറ്റൊരു സമരമുറയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിസ്സഹകരണമെന്ന അതിശക്തമായ സമരമുറയ്ക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടിയ വർഷം. നേരത്തെ സൂചിപ്പിച്ച റൗലറ്റ് ആക്ടിനെതിരായ പ്രതിഷേധമായി തന്നെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരും കടക്കുന്നത്. ഗാന്ധിജി നേതൃത്വം നൽകി.
ബ്രിട്ടീഷുകാരുടേതായ എല്ലാം ബഹിഷ്കരിച്ചായിരുന്നു തുടക്കം. അവർക്ക് കീഴിൽ ഇന്ത്യക്കാർ ജോലിയെടുക്കാൻ വിസമ്മതിച്ചു. ഓഫീസുകളും വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ അടഞ്ഞുകിടന്നു. എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാർ വിയർത്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാകെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്നായിരുന്നു ഈ സമയത്ത് ഗാന്ധിജിയുടെ പ്രവർത്തനം. 21 മലബാർ കലാപം, 22 ചൗരി ചോരാക്രമം എന്നിവ ഗാന്ധിജിയെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. അഹിംസയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നയിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഗാന്ധിജി നിർബന്ധിതനായി. സമരം പിൻവലിച്ച് ദിവസങ്ങൾക്കകം ഗാന്ധിജി അറസ്റ്റിലുമായി. എങ്കിലും ബ്രിട്ടീഷ് ഭരണത്തെ ആകെ ഉലച്ച സമരമായി മാറി നിസ്സഹകരണ പ്രസ്ഥാനം. ഇനി പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു വിപുലമായ നിയമത്തെക്കുറിച്ചാണ്. 1935 അവർ കൊണ്ടുവന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇതിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വികാരം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയായിരുന്നു. 321 സെക്ഷനും 10 ഷെഡ്യൂളുകളുമായിരുന്നു ഈ നിയമം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കുക എന്നതാണ് നിയമം മുന്നോട്ട് വെച്ച കാര്യം. ബർമയെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി. പുറമേക്ക് ഏറെ മാറ്റങ്ങൾ എന്ന് തോന്നിച്ചുവെങ്കിലും ഇന്ത്യയെ പൂർണ്ണമായും തങ്ങളുടെ അധികാരപരിധിയിൽ നിലനിർത്തുന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ നിയമമുണ്ടാക്കിയത്. അതിനാൽ തന്നെ ഇന്ത്യയിൽ ഒരു സ്വീകാര്യതയും നിയമത്തിന് ലഭിച്ചില്ല. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയുമൊക്കെ നിയമത്തിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ ഗാന്ധിജി നിയമത്തിൽ അത്ര അസ്വസ്ഥനായിരുന്നില്ല. ലോർഡ് ലിങ്ലിംഗ്ടൺ ആണ് നിയമം നടപ്പിലാക്കാനായി നിയോഗിക്കപ്പെട്ട വൈസ്രോയി. പ്രവിശ്യാ തിരഞ്ഞെടുപ്പ് നടത്താൻ വൈസ്രോയിക്ക് കഴിഞ്ഞു. നാട്ടുരാജ്യങ്ങളുടെ പിന്തുണ കിട്ടാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായതോടെ ആ ശ്രമങ്ങളിൽ നിന്ന് വൈസ്രോയിക്ക് പിന്മാറേണ്ടി വന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയായിരുന്നു. ലോകം 2 ചേരിയായി മാറിയ ആ മഹായുദ്ധത്തിലേക്കാണ് ഇനി. രണ്ടാം ലോക മഹായുദ്ധം 1940. നാസി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒരു ചേരിയായി. മറുവശത്ത് റഷ്യയും അമേരിക്കയും ബ്രിട്ടനും ചൈനയും. സ്വാഭാവികമായും ബ്രിട്ടീഷ് ഇന്ത്യയും യുദ്ധത്തിൽ പങ്കാളികളായി. ഇന്ത്യയിൽ നിന്നുള്ള പട്ടാളക്കാരും മറ്റു വിഭവങ്ങളും സഖ്യശക്തികളുടെ മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഖ്യശക്തികൾക്ക് വേണ്ടി ബ്രിട്ടീഷ് സേനയുടെ ഭാഗമായ ഇന്ത്യക്കാർ ആയുധമേന്തി. 10,000 കൊല്ലപ്പെട്ടു. യുദ്ധമുഖത്തേക്ക് ഭക്ഷ്യസാധനങ്ങൾ കയറ്റി അയച്ചതോടെ ബംഗാൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് കടന്നു. നാസി ജർമ്മനിയുമായി ചേർന്ന് സുഭാഷ് ചന്ദ്രബോസ് NIA ശക്തിപ്പെടുത്താൻ പരിശ്രമിച്ചതും ഈ കാലത്ത് തന്നെ. യുദ്ധത്തിൽ സഖ്യശക്തികൾ വിജയിച്ചു. യുദ്ധകാലയളവിലുണ്ടായ വ്യാവസായിക വളർച്ച, രാഷ്ട്രീയ സൈനിക രംഗങ്ങളിലെ കരുത്ത് എന്നിവയൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമോഹത്തിന് കരുത്തു പകർന്നു. സ്വാതന്ത്ര്യം ഒരു ജനതയുടെ മോഹമായി വളരുകയായിരുന്നു. അതിന്റെ ഫലമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരെ നാട് ഭരിക്കാൻ അനുവദിക്കരുത് എന്ന ചിന്ത ശക്തമായി. 1942 ഇന്ത്യയൊട്ടാകെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഗാന്ധിജിയുടെ വാക്കുകൾ ലക്ഷോപലക്ഷങ്ങൾക്ക് ഊർജമായി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക.
ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാർ രാജ്യം വിടുക എന്ന മുദ്രാവാക്യം അലയടിച്ചു. അടിച്ചമർത്താൻ അവർ ആവത് ശ്രമിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ അങ്ങനെ എല്ലായിടവും പ്രതിഷേധ വേദികളായി മാറി. ഗാന്ധിജിയും മൗലാന ആസാദും നെഹ്റുവുമൊക്കെ അറസ്റ്റ് വരിച്ചു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലും സമരത്തിലെ ഏകോപനമില്ലായ്മയും പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ നിലപാട്. യുദ്ധത്തിനായി അവർ നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. തലമുറകൾ കാത്തിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ച നാൾ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ കാലം. പക്ഷേ തീരാത്ത മുറിവായി മാറി ഇന്ത്യ പാക് വിഭജനം. ബ്രിട്ടീഷുകാരുടെ ഗൂഢതന്ത്രം, ചില നേതാക്കളുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ എല്ലാം ചേർന്നപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. മതത്തെ മറന്ന് ഒന്നായി പോരാടി നേടിയ സ്വാതന്ത്ര്യം ഒരുമിച്ച് അനുഭവിക്കാതെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടു നമ്മുടെ മണ്ണ്. ലക്ഷക്കണക്കിന് പേരെ അഭയാർത്ഥികളാക്കി മാറ്റിയ, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ട പലായനത്തിന്റെ നാളുകൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചരിത്രമാണ്. മറുവശത്ത് ഓഗസ്റ്റ് 15 രാത്രി അടിമത്തത്തിന്റെ ആസുരകാലത്തിന് അവസാനം കുറിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കണ്ണു തുറക്കുകയായിരുന്നു. രാജ്യമെങ്ങും ജനങ്ങൾ ആഘോഷിച്ചു. ഈ ഒരു നാളിനായി ജീവിതം ഹോമിച്ച എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ, അവരുടെ ജീവിതത്തിൻ്റെ ചോരയുടെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ രാജ്യം. അഭിമാനത്തോടെ നാം മൂവർണ്ണക്കൊടിയേന്തുമ്പോൾ മറക്കരുത് ഈ ചരിത്രത്തെ. ചേർത്തു പിടിക്കണം ധീരമായ ഈ സമര പാരമ്പര്യത്തെ. ജയ് ഹിന്ദ്.